Welcome all to the new session of Arrive a Way for Searching Knowledge. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ പാർട്ട് 11 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പാർട്ട് 11ലേക്ക് പോവാം. പാർട്ട് 11 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് കമ്പനി ക്യാഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് ക്യാഷ് കൊടുത്തിട്ടില്ല എങ്കിൽ അവരെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. സം ഷെയർ ഹോൾഡേഴ്സ് മേ ഫെയിൽ ടു പേ ദ അലോട്ട്മെൻറ്റ് മണി ഓർ കോൾ മണി. ദ എമൗണ്ട് റിമൈനിങ് അൺപെയ്ഡ് ഓൺ അലോട്ട്മെൻറ്റ് ഓർ കോൾ ഈസ് കോൾഡ് കോൾസ് ഇൻ അരിയേഴ്സ്. ജസ്റ്റ് എക്സാമ്പിൾ എടുത്ത് നോക്കുവാണെങ്കിൽ 20,000 ഷെയർസ് ഉണ്ട്. ഓക്കെ, 20,000 ഷെയർസിൽ നിന്നും അലോട്ട്മെൻറ്റ് മണിയും അതുപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ എമൗണ്ട് എന്ത് ചെയ്തു, നമ്മൾ റിസീവ് ചെയ്തു. കോൾസ് ആകുന്ന സമയത്തോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണി ആകുന്ന സമയത്തോ ഇതിൽ ചില ആൾക്കാരുടെ അടുത്തെങ്കിലും പെട്ടെന്ന് ക്യാഷ് എടുത്തിട്ട് കൊടുക്കാനില്ലാണ്ട് വരും അല്ലേ. ഈ ഒരു കേസിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. കോൾസ് ചെയ്തിട്ടും കമ്പനി എമൗണ്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടും ആൾക്കാരുടെ അടുത്ത് ക്യാഷ് കൊടുക്കാനില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവരത് മനഃപൂർവ്വമാവാം, അല്ല എങ്കിൽ എന്തെങ്കിലും ഒരു അർജൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും കേസ് കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് എമൗണ്ട് അലോട്ട്മെൻ്റ് ആവട്ടെ കോൾസ് ആവട്ടെ കൊടുക്കാൻ പറ്റിയിട്ടില്ലാത്ത സാഹചര്യത്തെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ ഒരു എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൾസ് ഇൻ അരിയേഴ്സ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ 2,000 ഷെയർസിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ കോൾ ചെയ്തു. പക്ഷേ കൊടുത്തത് ആകെ 1,800 പേരാണ് എങ്കിൽ അപ്പോൾ അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇവിടെ 200 ഷെയർസിൻ്റെ മുകളിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ട്. കോൾസ് എമൗണ്ട് ആവട്ടെ വേറെ ഏതെങ്കിലും എമൗണ്ട് ആവട്ടെ കൊടുക്കാനുള്ള കേസസിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ലൈഡിൽ മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് കോൾസ് ഇൻ അരിയേഴ്സ്. കോൾസ് ഇൻ അരിയേഴ്സ് എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വിതൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. സെക്കൻഡ് എന്ന് പറയുന്നത് ബൈ ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടും നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു അരിയർ എന്ന് പറയുന്ന കാര്യം ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. ഇനി എങ്ങനെയാണ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ജേർണൽസ് എഴുതേണ്ടത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി ഓർ കോൾ മണി. ഇപ്പോൾ ആപ്ലിക്കേഷൻ എന്തായാലും സ്വീകരിച്ചിട്ടായിരിക്കുമല്ലോ കമ്പനി എന്ത് ചെയ്യുന്നത്, അയാൾക്ക് ഷെയർ അലോട്ട് ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ എമൗണ്ടിൻ്റെ കൂടെ എന്ത് വരുന്നില്ല, കോൾസ് ഇൻ അരിയേഴ്സ് വരുന്നില്ല. അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെയോ അല്ലെങ്കിൽ കോൾസിൻ്റെ കൂടെയോ മാത്രമേ ഇത്തരത്തിലുള്ള കോൾസ് ഇൻ അരിയേഴ്സ് വരുന്നുള്ളൂ. അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് വരുന്ന സമയത്ത് അതിനുള്ള ജേർണൽസ് സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്സ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ജേർണൽ എൻട്രിയാണ് പറയുന്നത് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഫസ്റ്റ് ഓർ ഫൈനൽ കോൾ അക്കൗണ്ട്. എത്ര കോൾസ് ഇൻ അരിയർ, എത്ര എമൗണ്ട് ആണ് ഡ്യൂ ആയിട്ടുള്ളത്, അവരെത്രയാണോ പെയ്ഡ് ചെയ്യാത്തത്, ഇതാണ് എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി സെക്കൻഡ് ഫോർ റിസീവിങ് കോൾസ് ഇൻ അരിയേഴ്സ് ലേറ്റർ. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരു കേസാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ഫസ്റ്റ് കോൾ വിളിച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ മേ ബി അയാൾ സെക്കൻഡ് കോളിൻ്റെ കൂടെ ആ ഒരു എമൗണ്ട് കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ അയാൾക്ക് ഒരു ഷെയർ ഹോൾഡറായിട്ട് ബിസിനസ്സിൽ തന്നെ തുടരണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെയുള്ളൊരു കേസിൽ അയാൾ എന്ത് ചെയ്യും, സെക്കൻഡ് കോളിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണിയിലാണ് കോൾസ് ഇൻ അരിയേഴ്സ് വന്നതെങ്കിൽ ഫസ്റ്റ് കോളിൻ്റെ കൂടെ എന്ത് ചെയ്യാം, അയാൾ കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ആ ഒരു കോൾസ് ഇൻ അരിയേഴ്സ് എമൗണ്ട് നമ്മൾ പിന്നീട് റിസീവ് ചെയ്യുകയാണെങ്കിൽ ുള്ള ജേർണലാണ് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്. ഒരു കമ്പനിക്ക് കൊടുക്കാനുള്ള ക്യാഷ് കൊടുക്കാണ്ടിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദ ഷെയർ ഹോൾഡേഴ്സ് നോട്ട് പേസ് ദ കോൾസ് അറ്റ് ഡ്യൂ ഡേറ്റ് സം ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദം. സം ടൈം ഇറ്റ് മേ ബി മെൻഷൻ എൻ ആർട്ടിക്കിൾ ഓർ ദ കമ്പനി ക്യാൻ ചാർജ് ബിലോ 10%. ഓക്കെ, ഒരു കമ്പനിക്ക് കൊടുക്കാൻ പറഞ്ഞ ക്യാഷ് കൊടുത്തിട്ടില്ല
കൊടുക്കുന്നില്ല എങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ചാർജ് ആക്കാം. ആ ചാർജ് ഒന്നെങ്കിൽ ആർട്ടിക്കിൾസിൽ പറയുന്നത് പ്രകാരമാവാം, അല്ല എങ്കിൽ കമ്പനി ആക്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ 10% ബിലോ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം, കമ്പനിക്ക് ചുമത്താം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി അതിനുള്ള ജേർണൽസ് ആണ് പറയുന്നത്. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് നമ്മൾ ജേർണലിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഫോർ ഇൻട്രസ്റ്റ് റിസീവബിൾ. ഇറ്റ് മീൻസ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്തുള്ള ജേർണലാണ് സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്ന ജേർണലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ആ ഒരു ഇൻട്രസ്റ്റ് ബിസിനസ് റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ, തേർഡ് വൺ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇത് ബിസിനസ്സിനൊരു ഇൻകം ആണ്. അപ്പോൾ ആ ഒരു ഇൻകം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേർണലാണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഇത് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു മിസ്റ്റേക്കിലി വന്നതാണ്, സോറി. ഇഷ്യൂ ഓഫ് ഷെയർസ് പാർട്സ് 12 അല്ല, ഇത് പാർട്ട് 11 തന്നെയാണ്. ഓക്കെ, ദെൻ ഇനി കോൾസ് ഇൻ അഡ്വാൻസ് എന്നുള്ള ടേം എന്താണ് പറയുന്നത്? കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന സമയത്ത് ചില ആൾക്കാരുണ്ടാവും, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തു തീർക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അത്തരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്തു, ഒരു കോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ 2 കോളും ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്നിച്ചു കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇവരെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കേസസിനെയാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് കമ്പനി പറയുന്നത്. സംടൈം ദ ഷെയർ ഹോൾഡേഴ്സ് പേസ് മോർ ദാൻ ദ ആക്ച്വലി കോൾ. എന്താണോ കമ്പനി വിളിച്ചത് അതിനേക്കാളും കൂടുതലായിട്ട് എക്സ്ട്രാ എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്നുള്ള ടേമിൽ പറയുന്നത്. ദ എമൗണ്ട് റിസീവ്ഡ് വിൽ അഡ്ജസ്റ്റ് വിത്ത് ദ ഫർദർ കോൾസ്. പിന്നെ ഭാവിയിൽ വരുന്ന കോൾസുമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ക്യാൻ ബി റിസീവ്ഡ് ഇഫ് ദ ആർട്ടിക്കിൾ ഈസ് ഓതറൈസ്ഡ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്, മെമ്മോറാണ്ടം എന്താണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടേം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ബുക്സാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ അഫെയേഴ്സ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡീലിങ്സ് കാണിക്കുന്ന ബുക്സിനെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് കമ്പനി പറയുന്നത്. അപ്പോൾ ആ ഒരു ബുക്കിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ കോൾസ് ഇൻ അഡ്വാൻസ് എന്ത് ചെയ്യാം, കമ്പനിക്ക് സ്വീകരിക്കാം. ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 150 ഷെയർസ് വെച്ചിട്ടുള്ള ഒരാൾ, കയ്യിൽ 150 ഷെയർസ് വെച്ചിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ അപ്ലിക്കേഷൻ 100 രൂപയാണെന്ന് വിചാരിച്ചോ നിങ്ങൾ. 100 രൂപ, 30 രൂപ ആപ്ലിക്കേഷൻ എമൗണ്ടിൻ്റെ കൂടെ സെൻഡ് ചെയ്തു. അതുപോലെ തന്നെ 20 രൂപ അലോട്ട്മെൻ്റായിട്ട് വാങ്ങിച്ചു. 25 രൂപ നമ്മൾ ഫസ്റ്റ് കോളായിട്ട് കൊടുത്തു. 25 രൂപ സെക്കൻഡ് കോൾ. ഇങ്ങനെയാണ് കമ്പനിയുടെ ഈ ഒരു 100 രൂപ എന്ത് ചെയ്യുന്നത്, കമ്പനി കളക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അയാൾ അപ്ലിക്കേഷൻ എമൗണ്ട് സെൻഡ് ചെയ്തു, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് എമൗണ്ടും കൊടുത്തു. ഇനി അയാൾ ഈ ഒരു ഫസ്റ്റ് കോൾ വിളിക്കുന്ന സമയത്ത് അയാൾ ഒന്നിച്ച് 50 രൂപ അങ്ങോട്ട് കൊടുത്തു. ഈ കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് കോൾ മാത്രമേ കമ്പനി വിളിച്ചിട്ടുള്ളൂ, പക്ഷേ അയാൾ സെക്കൻഡ് കോൾ കൂടെ ഒന്നിച്ചു കൊടുത്തു കമ്പനിയിലേക്ക്. ഈ ഒരു കേസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൾസ് ഇൻ അഡ്വാൻസ് എന്നുള്ള കേസ് പറയുന്നത്. ഓക്കെ, ഇനി അതെങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അക്കൗണ്ട്സിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. വെൻ ദ കമ്പനി റിസീവ് കോൾസ് ഇൻ അഡ്വാൻസ്, കോൾസ് ഇൻ അഡ്വാൻസ് കമ്പനി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ജേർണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. ഓക്കെ, ഇനി വെൻ ദ കോൾസ് റെഡി ബിക്കം ഡ്യൂ, ഫസ്റ്റ് കോളിൻ്റെ കൂടെ സെക്കൻഡ് കോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് കോൾ ഡ്യൂ ആകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഓക്കെ, കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കോൾസ് അക്കൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൾസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ മുകളിൽ എന്തുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ മുകളിലും എന്ത് ചെയ്യാം, കമ്പനിക്ക് ഇൻട്രസ്റ്റ് ചുമത്താം. ആ ഒരു കേസസ് ആണ് ഇനി പറയാൻ പോകുന്നത്. If the company's article specified any rate, it should be payable as interest on calls in advance. അപ്പോൾ ഏതെങ്കിലും കമ്പനീൻ്റെ ആർട്ടിക്കിൾസിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഒരു റേറ്റ് കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അല്ല എങ്കിൽ
കമ്പനിക്ക് നോർമലി കമ്പനീസ് ആക്ട് 2013 പ്രകാരം 12% ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിൽ എന്ത് ചെയ്യാം, കമ്പനിക്ക് കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. ഇനി ഈ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിന് നമുക്ക് എന്തെങ്കിലും ജേണലുണ്ട്. ആ ജേണലാണ് പറയാൻ പോകുന്നത്. ഫോർ ദ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, നേരത്തേത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ടാവുന്നത് സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജേണലാണിത്. ഓക്കെ, ഇനി what is the difference between the calls in arrears and the calls in advance എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ തന്നെയാണ്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് ഇതൊന്ന് വ്യക്തമായിട്ട് നോക്കാം എന്തൊക്കെയായിരിക്കും ഡിഫറൻസ് ഉള്ളതെന്ന്. കോൾസ് ഇൻ അഡ്വാൻസ് അരിയേഴ്സിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് കോൾഡ് അപ്പ് ബൈ ദ കമ്പനി ബട്ട് നോട്ട് പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി ആക്ച്വലി കോൾ ചെയ്തതാണ്, പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്തിട്ടില്ല, അത് കൊടുത്തിട്ടില്ല. ഓക്കെ, കോൾസ് ഇൻ അഡ്വാൻസിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് നോട്ട് കോൾഡ് അപ്പ് ബട്ട് പെയ്ഡ് അപ്പ് ദ ഷെയർ ഹോൾഡേഴ്സ്. ആക്ച്വലി കോൾ ചെയ്തിട്ടില്ല, പക്ഷേ എന്ത് ചെയ്തു, ഷെയർ ഹോൾഡേഴ്സ് കൊടുത്തു. സെക്കൻഡ് പോയിന്റ് പറയുന്നത് കോൾസ് ഇൻ അരിയേഴ്സിലാണ്. സെക്കൻഡ് പോയിന്റിൽ നോക്കാം. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഡ്യൂ ടു ദി കമ്പനി ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് കമ്പനിക്ക് ഡ്യൂ ആയിട്ടുള്ള, കമ്പനിക്ക് തരാനായിട്ടുള്ള ക്യാഷിനെയാണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ കോൾസ് ഇൻ അഡ്വേഴ്സ് ആവുന്ന സമയത്ത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഡ്യൂ ഫ്രം ദി കമ്പനി ടു ദി ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിക്ക് എന്ത് ചെയ്തിട്ടില്ല, ഡ്യൂ ആയിട്ടില്ല, ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് കാണാനാണ് എന്ത് ചെയ്യുന്നത്, ഡ്യൂ ആകുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡെബിറ്റ് ബാലൻസ്. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഫോർത്ത് വൺ, ഇൻട്രസ്റ്റ് ഓൺ ഇറ്റ് ഈസ് എൻ ഇൻകം ടു ദി കമ്പനി. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അതിൽ നിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കമ്പനിക്ക് ഇൻകമാണ്. പക്ഷേ കോൾസ് ഇൻ അഡ്വാൻസ് കമ്പനി അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ, കമ്പനി അങ്ങോട്ട് കൊടുക്കുന്നതാണ് കോൾ ഇൻട്രസ്റ്റ്. അപ്പോൾ അതിന് എന്തായിരിക്കും, ഇൻട്രസ്റ്റ് കമ്പനിയുടെ എക്സ്പെൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, ആസ് പെർ ടേബിൾ എഫ് 10% ആണ് എന്ത് ചെയ്യുന്നത്, കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 12% ആണ്. ഇനി 6th വൺ, ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ കോൾഡ് അപ്പ് ക്യാപിറ്റൽ അണ്ടർ ദി സബ് ഹെഡിങ് ഇക്വിറ്റി അണ്ടർ ദി മെയിൻ ഹെഡിങ് ഇക്വിറ്റി ആൻഡ് ആൻഡ് ലാബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ 20,000 ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു, നമ്മൾ ഇൻവൈറ്റ് ചെയ്തു, 10 റുപ്പിയാണ് എന്ത് ചെയ്തത്, ഇൻവൈറ്റ് ചെയ്തതെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. പക്ഷേ അപ്പോൾ ഒരു 20,000 വരും. ഈ 20,000-ൽ നിന്നും 1000 ആൾക്കാർ കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം, അതിൽ നിന്നും 10,000 മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി പാർട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി എന്നുള്ളതാണ്. ഡിഡക്റ്റ് ചെയ്തിട്ട് കാണിച്ചാൽ മതി എന്ന് വെച്ചാൽ കുറച്ചിട്ട് കാണിച്ചാൽ മതി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇറ്റ് ഷോൺ ആസ് എ സെപ്പറേറ്റ് ഐറ്റം അണ്ടർ ദി സബ് ഹെഡിങ് കറണ്ട് ലാബിലിറ്റി അണ്ടർ ദി ഹെഡിങ് കറണ്ട് ലാബിലിറ്റീൻ്റെ എന്തിന്, ലാബിലിറ്റീസിൻ്റെ അണ്ടറിൽ കറണ്ട് ലാബിലിറ്റി എന്നുള്ള പറയുന്ന ഏരിയയിൽ കൊടുക്കണം. എന്താണ് ഇനി കറണ്ട് ലാബിലിറ്റി? മേ ബി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. ഓക്കെ, കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് കമ്പനി പെട്ടെന്ന് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ കമ്പനി കൊടുത്ത് തീർക്കേണ്ട ലാബിലിറ്റിനെയാണ് നമ്മൾ കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലാബിലിറ്റി സൈഡിൽ കറണ്ട് ലാബിലിറ്റി ആയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഐറ്റം നമ്മൾ കാണിക്കണം. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരള ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ 8 lakh ഡിവൈഡഡ് ഇൻടു 8,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച്. ഓക്കെ, കമ്പനീൻ്റെ അടുത്ത് മൊത്തം ഷെയർസ് ഉള്ളത് 8,000 ഷെയർസ് ആണ് ഉള്ളത്. 100 രൂപ വെച്ചിട്ടാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 8 lakh കിട്ടും. ഔട്ട് ഓഫ് വിച്ച് 5,000 ഷെയർസ് വേർ ഇഷ്യൂഡ് ടു ദി പബ്ലിക്. 5,000 ഷെയർസ് ആണ് എന്ത് ചെയ്തത്, കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. 25 രൂപ അപ്ലിക്കേഷൻ എമൗണ്ട് ആയിട്ടും 30 രൂപ അലോട്ട്മെൻറ്റ് എമൗണ്ട് ആയിട്ടും 20 രൂപ ഫസ്റ്റ് കോൾ ആയിട്ടും ബാക്കി എത്ര രൂപ ഉണ്ടാവും,
25 രൂപ ഉണ്ടാവും അല്ലേ. ഈ 25 രൂപ 3 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പനി റിസീവ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ വേർ റിസീവ്ഡ് 4000 ഷെയർസിനാണ് എന്ത് ചെയ്തത്, കമ്പനിയിൽ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതെന്ത് ചെയ്തു, ഫുള്ളി മെയ്ഡ് ചെയ്തു. ഓക്കെ, ഓൾ മണി അപ് ടു ദി അലോട്ട്മെൻറ്റ് വേർ ഡ്യൂലി റിസീവ്ഡ്. അലോട്ട്മെൻറ്റ് വരെയുള്ള ഫുൾ എമൗണ്ട് എന്ത് ചെയ്തു, കമ്പനി റിസീവ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് കോൾ വരുന്ന സമയത്ത് കമ്പനിയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 100 ഷെയർസ് എന്ത് ചെയ്തിട്ടില്ല, കമ്പനി അതിൻ്റെ ഫസ്റ്റ് കോൾ എമൗണ്ട് റിസീവ് ചെയ്തിട്ടില്ല. ഓക്കെ, ബട്ട് ഹി പെയ്ഡ് ഇറ്റ് വിത്ത് ഫൈനൽ കോളിൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി അത് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് ആണ്, ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ആണ് ഇപ്പോൾ പറയുന്നത്. അനദർ ഷെയർ ഹോൾഡേഴ്സ് ഹൂ വാസ് അലോട്ടഡ് 150 ഷെയർസ് പെയ്ഡ് ദെൻ ആൻഡ് ഫുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 150 ഷെയർസ് കൈവശം വെച്ചിട്ടുണ്ടായിരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കോളിൻ്റെ കൂടെ തന്നെ ഫൈനൽ കോളും എന്ത് ചെയ്തു, ഒന്നിച്ചു കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഷോ ദ നെസസറി ജേർണൽ എൻട്രീസ് ടു റെക്കോർഡ് ദി അബൌട്ട് ട്രാൻസാക്ഷൻ ആൻഡ് ഷോ ദ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദി ബാലൻസ് ഷീറ്റിൽ അതെങ്ങനെ കാണിക്കണമെന്നും അതുപോലെ തന്നെ ബുക്സ് ഓഫ് ജേർണൽസിൽ അതെങ്ങനെ കാണിക്കണമെന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ എമൗണ്ട് റിസീവ് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ എമൗണ്ട് ആസ് നോർമലാണ്, നമ്മൾ എങ്ങനെയാണോ റിസീവ് ചെയ്യുന്നത് 4000 ഷെയർസാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. 25 രൂപ വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ എമൗണ്ട് സ്വീകരിക്കുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് 4000 × 25 അഥവാ 1 lakh rupee. ഓക്കെ, ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് സെക്കൻഡ് ജേർണൽ എന്ന് പറയുന്നത്. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, 1 lakh നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് എമൗണ്ട് ഡ്യൂ ആവുന്ന കേസാണ്. അലോട്ട്മെൻറ്റ് എമൗണ്ട് ഡ്യൂ ആവുന്ന കേസ് എന്ന് പറയുമ്പം ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്രയാണ്, 30 രൂപ. 4000 ഷെയർസിൽ നിന്നും 30 രൂപ വെച്ചാൽ അത് 1,20,000 ഉണ്ട്. അതാണ് ഡ്യൂ ആകുന്ന കേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അത് ആ ഒരു എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നു. 1,20,000 റിസീവ് ചെയ്തു. ഇനിയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നോർമൽ കേസസ് ആണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് കോൾ ഡ്യൂ ആയി. ഫസ്റ്റ് കോൾ ഡ്യൂ ആകുന്നത് 20 രൂപയാണ് എന്ത് ചെയ്യുന്നത്, ഡ്യൂ ആകുന്നത് 20 രൂപ. 4000 ഷെയർസിൽ നിന്നും 20 രൂപ ഡ്യൂ ആകുന്ന സമയത്ത് 80,000 രൂപ എന്ത് ചെയ്യും, ഡ്യൂ ആകും. ഓക്കെ, 80,000 രൂപ ഡ്യൂ ആകും. പക്ഷേ ഇതിലെന്തുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു എമൗണ്ടിൻ്റെ കൂടെ തന്നെ ഫൈനൽ കോൾ കൊടുത്ത ആൾക്കാരും ഉണ്ട്, അതുപോലെ തന്നെ കൊടുക്കാത്ത വ്യക്തികളുണ്ട്. അപ്പോൾ ഇത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. നെക്സ്റ്റ് ജേർണൽ ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്. ഇവിടെ ഈ എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ശരിക്കും മനസ്സിലാക്കണം. ഈ 4000 ഷെയർസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 4000 ഷെയർസിൽ നിന്നും 100 ഷെയർസിൽ നിന്നും തീരെ എന്ത് ചെയ്തില്ല, ഫസ്റ്റ് കോൾ എമൗണ്ട് റിസീവ് ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ 3900 വരാനുള്ള ചാൻസ്, 3900 വന്നത്. ഓക്കെ, 20 രൂപയാണ് ഫസ്റ്റ് കോൾ എന്ത് ചെയ്തത്, സ്വീകരിച്ചിട്ടുള്ളത്. അത് പ്ലസ് പിന്നെ എന്ത് സംഭവിച്ചു, 150 ഷെയർസിൻ്റെ മുകളിൽ സെക്കൻഡ് കോളോടെ ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുക, എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ എത്ര വരും എന്ന് നോക്കാം നമുക്ക്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ബാങ്ക് അക്കൗണ്ട് ഒന്നിച്ച് റിസീവ് ചെയ്തിട്ടുള്ളത് 81,750 രൂപയാണ് റിസീവ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് കോൾ വരുന്നത് 3,900 രൂപയാണ് ഫസ്റ്റ് കോൾ ആയിട്ട് റിസീവ് ചെയ്തത് വിത്ത് 20 രൂപയാണ് എന്ത് ചെയ്തത്, കമ്പനി റിസീവ് ചെയ്തിട്ടുള്ളത്. കമ്പനി റിസീവ് ചെയ്തത് 20 രൂപയാണ്. ഇനി കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് കമ്പനി റിസീവ് ചെയ്തത് 150 ഷെയർസിൻ്റെ മുകളിലാണ് 25 രൂപ വെച്ചിട്ട്. അത് 3,750 രൂപ വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 81,750 രൂപ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ജേർണൽ എന്ന് പറയുന്നത് സെക്കൻഡ് കോൾ ഡ്യൂ ആകുന്ന സമയത്തുള്ള ജേർണലാണ്. സെക്കൻഡ് കോൾ ഡ്യൂ ആകുന്ന സമയത്ത് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 4000 ഷെയർസിൻ്റെ മുകളിൽ 25 രൂപയാണ് സെക്കൻഡ് കോൾ എന്ന് പറയുന്നത്. അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, 1 lakh എന്ന് കിട്ടും. എന്നാൽ ഇത് റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു 3,850 ബാങ്ക് അക്കൗണ്ടിൽ ശ്രദ്ധിക്കാം, 3,850
മുകളിലാണ് കിട്ടുന്നത്. കാരണം എന്താണ്, 150 ഷെയർ ഉള്ള ഒരു വ്യക്തി 25 രൂപ നേരത്തെ നമുക്ക് എന്ത് ചെയ്തു, 3750 രൂപ നേരത്തെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ 100 ഷെയർസ് കോൾസ് ഇൻ അരിയേഴ്സ് ഉള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലേ നേരത്തെ കേസിൽ. അയാൾ കൂടി എന്ത് ചെയ്യുന്നു, ഇവിടെ എമൗണ്ട് കൊടുക്കുന്നു 100 ഇൻറ്റു 20. ഓക്കെ, ഇത് എന്തുകൊണ്ട് 25ലേക്ക് ആഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 20 രൂപ വേറെയാണല്ലോ എമൗണ്ട് വരുന്നത്, അതുകൊണ്ടാണ് അവിടെ ആഡ് ചെയ്യാത്തത്. ഇതിൽ വരുന്നത് ടു ഫസ്റ്റ് കാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്നത് 100 ഷെയർസിൻ്റെ മുകളിൽ 20 രൂപയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് കോളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് 3850 ഇൻറ്റു 25 അതിൻ്റെ എമൗണ്ട് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 96,250 രൂപ എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കിട്ടുന്നത്. മൊത്തത്തിൽ എമൗണ്ട് നമ്മൾ കൂട്ടുന്ന സമയത്ത് 98,250 കിട്ടും. ഓക്കെ, ഇനി എങ്ങനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ നമുക്കറിയാം കോൾസ് ഇൻ അഡ്വാൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 150 ഷെയർസിൻ്റെ മുകളിൽ 25 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അഥവാ 3750 രൂപ. അതെങ്ങനെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോക്കാം. കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ജേർണൽ എഴുതുന്നത്, 3750 രൂപ. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നതാണ് ഇനി പറയുന്നത്. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ മുകളിലാണ് ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്. സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ടിൽ ഇപ്പോൾ ഇവിടെ 100 രൂപ 100 ഷെയർസ് 20 രൂപ വെച്ചിട്ട് അപ്പോൾ 2000 രൂപ കിട്ടും. പക്ഷേ ഈ 2000ത്തിൻ്റെ മുകളിൽ 2000 രൂപ ഉണ്ടാവും. 100 ഷെയർസ് ഇൻറ്റു അതിൻ്റെ റുപ്പീസ് എന്ന് പറയുന്നത് 20 രൂപ. മുഴുവനായിട്ട് അയാൾ കൊടുക്കാനുള്ളത് 2000 രൂപയാണ്. 2000 രൂപയിൽ 10% ആണ് എന്ത് ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്, അഥവാ 200 രൂപ. 200 രൂപ ഒരു വർഷത്തേക്കുള്ളതാണ്. പക്ഷേ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫൈനൽ കോൾ വിളിച്ചിട്ടുള്ളത് 3 മാസത്തിൻ്റെ ഉള്ളിൽ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, 3 മൾട്ടിപ്പിൾ വിത്ത് 3/12 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 കിട്ടും. ആ 50 ആണ് എന്ത് ചെയ്തത് ഇവിടെ കാണിച്ചിട്ടുള്ള 50 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുള്ള 50 അതാണ്. ഓക്കെ, ഇനി കോൾസ് ഇൻ അഡ്വാൻസ് ഉണ്ടാവും. കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻട്രസ്റ്റ് ബിസിനസ് ചാർജ് ചെയ്യും. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ട്. ഇവിടെ വരുന്ന സമയത്ത് 150 ഷെയർസിൻ്റെ മുകളിൽ 25 രൂപയ്ക്കാണ് എന്ത് ചെയ്തത് അയാൾ കൊടുത്തിട്ടുള്ളത്. 3750 രൂപ വരും. 3750ൻ്റെ 12% നമ്മൾ എന്ത് ചെയ്യുന്നു, കാണുന്നു. 12% കണ്ടതിന് ശേഷം 3/12 കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 112 രൂപ കിട്ടും. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന സമയത്ത് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഒരുപാട് നമ്മൾ ജേർണൽ എഴുതിയ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന എമൗണ്ട് ഉണ്ട്. ബാങ്ക് അക്കൗണ്ട് 1 lakh. അതുപോലെ തന്നെ ഇവിടെയുള്ള 1 lakh, ഇവിടെയുള്ള 1,20,000. അതുപോലെ തന്നെ ബാങ്ക് എവിടെയൊക്കെയാണെന്ന് വരുന്നത് നോക്കുക. ഇവിടെയുള്ള 81,750 രൂപ. അതുപോലെ തന്നെ ഇവിടെ വരുന്ന 98,250 രൂപ. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ബാങ്ക്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 4 ലക്ഷം രൂപ കിട്ടും. ആ 4 ലക്ഷം രൂപയാണ് കറണ്ട് അസറ്റായിട്ട് എന്ത് ചെയ്യുന്നത്, ബിസിനസ്സിൽ കാണിക്കുന്നത്, ക്യാഷ് എമൗണ്ട് ആയിട്ട് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരുപാട് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. അത് മുഴുവനും കൂടെ നിങ്ങൾ കൂട്ടി നോക്കിയിട്ടുണ്ട്. ഇവിടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh വരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് കേസിൽ 1,20,000 വരുന്നുണ്ട്. തേർഡ് 80,000 വരുന്നുണ്ട്. ഇത് മുഴുവനും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, 4 lakh കിട്ടും. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റിലേക്ക് എടുത്ത് എഴുതുക. ഇനി ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ അത് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ലയബിലിറ്റി സൈഡിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ,
ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻറ്റ് ബാങ്കിൽ എത്ര രൂപയുണ്ടായിരുന്നു നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, 4 lakh ആണ്. ആ 4 lakh എഴുതുന്നു. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ ഒരു സ്ലൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മുഴുവൻ ക്യാപിറ്റൽ എമൗണ്ട് ആണ്. മുഴുവൻ ക്യാപിറ്റൽ ആ ഒരു കമ്പനിയിൽ 80,000 ഷെയർസ് ഉണ്ട്. 8,000 ഷെയർസ് എന്ത് 100 രൂപ അഥവാ 8 lakh റുപ്പി ആണ് എന്ത് ചെയ്യുന്നത് അവരുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 5,000 ഷെയർസ് ആണ്. 100 രൂപ വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അഥവാ 5 ലക്ഷം രൂപ. ഓക്കെ, ഇനി ഇത് ആൾക്കാർ വാങ്ങിയിട്ടുള്ളത് 4,000 ഷെയർസ് ആണ് വാങ്ങിയിട്ടുള്ളത് 100 രൂപ വെച്ചിട്ട് അഥവാ 4 lakh റുപ്പി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ നോർമലി കാണിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ ഒരു വീഡിയോ ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ ഹെഡ്. താങ്ക് യു.